മതത്തിന് പള്ളികളുമായും ക്ഷേത്രങ്ങളുമായും ആചാരക്രമങ്ങളുമായും യാതൊരു ബന്ധവുമില്ല. ആരെങ്കിലും പ്രണയത്തോടുകൂടി മിടിക്കുമ്പോൾ മാത്രമാണ് മതം പിറക്കുന്നത്. ഓരോ വ്യക്തിയും ഒരു മതത്തിന് ജന്മം നൽകേണ്ടതുണ്ട്. അപ്രകാരം നിങ്ങളിൽ ഒരു മതത്തിന് നിങ്ങൾ ജന്മം നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മതബോധമുള്ളവനല്ല. നിങ്ങൾക്ക് ഒരു സംഘടനയിൽ ചേർന്ന് മതബോധമുള്ളവനായിത്തീരാൻ കഴിയില്ല. ഓർക്കുക, മതം ചേരുവാനുള്ള ഒരു സംഘടനയല്ല. മതബോധമുണ്ടാവാൻ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അകക്കാമ്പിൽ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ മതത്തിന് ജന്മം നൽകേണ്ടതുണ്ട്. അവിടെ മതം ജനിക്കുമ്പോൾ അപ്പോൾ മാത്രമാണ് നിങ്ങൾ മതബോധമുള്ളവനാകുക. ക്രിസ്ത്യൻ ആയിത്തീരാതെ എന്നാൽ ക്രിസ്തുവായിത്തീർന്നുകൊണ്ട്, ബുദ്ധമതക്കാരനായിത്തീരാതെ എന്നാൽ ബുദ്ധനായിത്തീർന്നുകൊണ്ടാണ് മതം പിറവിയെടുക്കുന്നത്. നിങ്ങൾ പ്രണയത്തിൽ ജനിക്കുമ്പോൾ മതം നിങ്ങളിൽ ജനിക്കുന്നപ്പോൾ നിങ്ങളുടെ മുഴുവൻ ജീവിതവും ഒരു മധുരഗാനമാവും, മനോഹരമായ ഒരു ഗാനം. അപ്പോൾ ഒന്നും തെറ്റല്ലെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടും. ഇപ്പോൾ ഒന്നും തന്നെ കൂട്ടിയോജിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളൊരു കോലാഹലക്കാരനാണ്. എല്ലാ ദിശയിലേക്കും കുതിച്ചുപായുന്നു, ചിതറിത്തെറിക്കുന്നു, ശിഥിലീകരിക്കുന്നു. ഒരിക്കൽ പ്രണയം ജനിച്ചാൽ നിങ്ങൾ കേന്ദ്രീകൃതമായി. അങ്ങനെ എല്ലാ സംഗതികളും കേന്ദ്രത്തോട് സമരസപ്പെട്ടുകൊണ്ടാണ് അണിനിരക്കുന്നത്. നിങ്ങളൊരു വാദ്യസംഗീതമായിത്തീരുന്നു. മനോഹരമായൊരു സ്വരച്ചേർച്ച, അത് നിങ്ങളിൽ ഒളിക്കപ്പെട്ടതായിരുന്നു. നിങ്ങളത് ലോകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്നിട്ടും അത് പ്രകടമല്ല. കബീർ പറയുന്നു, അത് പ്രകടിപ്പിക്കൂ, നിങ്ങളുടെ പ്രണയം പ്രകടിതമാകട്ടെ. ആ പ്രകടിപ്പിക്കലിൽ ആയിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന.